നീ ആരോടാടി ചൂടാകുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനാ നിന്റെ കെട്ടിയോൻ, നീയല്ല എൻ്റെ കെട്ടിയോൻ, കേട്ടില്ല? ആദ്യം ഞാൻ അരി കഴുകി കുക്കറിനകത്ത് വെച്ച് അടുപ്പത്ത് വെച്ച് കഞ്ഞിയാക്കും. അത് കഴിഞ്ഞേ ഇറച്ചിക്കറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ല, നീ ആരോട് ചോദിച്ചിട്ടാണ് ഈ ഇറച്ചിക്കറി മേടിച്ചിട്ട് പോകുന്നത്? ഈ കഞ്ഞി വെച്ചിട്ട് ചെറിയ എന്തെങ്കിലും കറി ഉണ്ടാക്കിയിട്ട് തുണി അരക്കുന്നതായിരിക്കും. ഇതിനിടയ്ക്ക് പാത്രം കഴുകണം. ഇത്രയും സാധനം ചെയ്യുന്നതിനിടയ്ക്ക് ഇറച്ചിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കണേ? ഒരു സാമാന്യ ബോധം വേണ്ടി ഇതിന്. പിന്നെ പിള്ളേരെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരണ്ടേ? ഇതിന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനാ നിന്റെ ഭർത്താവ്, കേട്ടല്ലോ? നീയല്ല എൻ്റെ ഭർത്താവ്. മനോജേ, മനോജേ, വീട്ടിലിരുന്നിട്ട് സമാധാനം ഇല്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നാ. ഇരിക്ക്. എന്താ പരിപാടി? ഞാൻ ഫുൾ ടൈം ബിസിയാണല്ലോ. ഇതൊക്കെ മാറി ആയാ മതിയായിരുന്നു. എന്നാ പരിപാടിയൊന്നുമില്ലാതോ? ഒന്നുമില്ല. നിനക്ക് അവളുടെ സ്വഭാവം നിനക്കറിയണല്ലേ, ഒരു സമാധാനം തരില്ല വീട്ടിൽ വന്ന്. ചില പെണ്ണുമ്പളന്മാർ ഇങ്ങനെ ഇടാതെ ഒരു സമാധാനം തരില്ല. ചിലതുങ്ങളാണ് സ്നേഹിച്ച് കൊല്ലുകയും ചെയ്യും. എന്നാ ചെയ്യാൻ? ഞാൻ അതാണ് നിന്റെ അടുത്ത് വന്ന കുറച്ച് വർത്തമാനം പറഞ്ഞിരുന്നൊരു സമാധാനം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട്. നീ വർത്തമാനം പറഞ്ഞു, ഞാനിവിടെ ഉണ്ടല്ലോ. ഇതിനിടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് മാറുന്നുള്ളൂ. ഏതാ? അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാ കുടിക്കാൻ വല്ല വേണം? വേണ്ട വേണ്ട, അതിന് ബുദ്ധിമുട്ടുണ്ട്. എന്നാ എല്ലാം വേണമെങ്കിൽ ഇച്ചിരി വെള്ളം തട്ടേ? എന്നാ വേണ്ട വേണ്ട വേണ്ട, എല്ലാവരും മനസമാധാനത്തിന്. ഞാൻ കഴിച്ചിട്ട് വന്ന്. ആണോ? ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് വന്നു. വീട്ടിൽ പിന്നെ അറിയാലോ, ഒന്നും ഉണ്ടാക്കാറൊന്നുമില്ല. അവൾക്ക് വേണ്ട അവളുണ്ടാക്കും, അമ്മയ്ക്ക് വേണ്ട അമ്മ ഉണ്ടാക്കും, അച്ഛന് വേണ്ട അച്ഛനും ഉണ്ടാക്കും. എനിക്ക് ആവശ്യത്തിന് നീ വഴക്കുണ്ടാക്കുന്നുണ്ടല്ലോ. അത് മാത്രമേ അവിടെ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ എന്തൊരു ഒരു 5 മിനിറ്റ്. എങ്ങോട്ടാ? അല്ല, അടുപ്പ് കത്തിച്ചിട്ട് കഞ്ഞി വെച്ചേക്കോ അടുപ്പത്തെ. അപ്പൊ നിന്റെ ഭാര്യ? അവള് ജോലിക്ക് പോയില്ല. ആണോ? നോട്ടെ കിടക്കട്ടെ. ഈ ഭാര്യമാരൊക്കെ പറയണതേ, നമ്മൾ അവരെ വൃത്തിയായിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് നമ്മളോടൊരു എന്താണ് ഒരു വില തരുന്നില്ല അവര്. അതാണ് എനിക്ക് പ്രശ്നം. അതാണ് നമ്മൾ നമ്മുടെ ഭാര്യമാരെ അടക്കി ഭരിക്കണം. അതെങ്ങനെയാന്ന് പറയണ ഒരു കാര്യം ചെയ്തു കൊടുക്കരുത്, മനസ്സിലായോ? ഞാനൊരു കാര്യം ചെയ്യാറില്ലല്ലോ, പിന്നെന്താ? അങ്ങനെ തന്നെ വേണം. ഇപ്പൊ തന്നെ ഞാനിങ്ങനെ ഞൊടിച്ച അവള് വിറയ്ക്കും, അറിയാം. അതൊക്കെ എനിക്ക് നിന്നോടുള്ളൊരു അസൂയ എന്ന് പറഞ്ഞാൽ അതൊക്കെ. ഒരു മിനിറ്റ്. എങ്ങോട്ടാ? കറിക്ക് ചെറിയൊരു കറി വെക്കണം. കറിക്കുള്ള സവാള അരിയണം. ആണോ? നടക്കട്ടെ. എന്തായാലും നിന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞാൽ നിന്നോടൊരു സ്നേഹം ഉണ്ടല്ലോ, ഒരു വില തരുന്നില്ല നിനക്ക്. നിനക്കൊരു വില തരുന്നുണ്ടല്ലോ നിന്റെ ഭാര്യ. ആ വില നമ്മളെങ്ങനെയാ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വില, മനസ്സിലായോ? നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഇവർക്ക് നമ്മളോട് വില തോന്നണം. ഞാൻ ഇപ്പൊ അവള് പറയുന്നൊരു കാര്യം ഞാൻ കേൾക്കാറില്ല. കേൾക്കരുത്, ഞാനും കേൾക്കാറില്ല അവള് പറയണത്, അറിയാമോ? പക്ഷെ എന്നിട്ടും നിനക്ക് കിട്ടുന്ന വില എനിക്ക് കിട്ടുന്നില്ല. അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. നമ്മൾ ചെറിയൊരു നാക്കുണ്ട് ഇതിനൊക്കെ. ആ നാക്കിൽ നമ്മൾ പിടിച്ചു നിന്നാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു വില കിട്ടും. ഞാൻ നോക്കട്ടെ. ഞാനേ പാത്രം ഒന്ന് കഴുകി വെച്ചിട്ട് വരാം. അതെ. ഇത് ഈ പണി മൊത്തം തീരുമ്പോ എത്ര മണിയാവും? ഈ പണി മൊത്തം തീരുമ്പോ എത്ര മണിയാവും? പണി എന്ന് പറയുമ്പോ ഇതിനിടെ ഇപ്പൊ കഞ്ഞി അടുപ്പത്ത് വെച്ചേക്കാം. ഇനി കറി ഉണ്ടാക്കണം. ഇതിനിടയ്ക്ക് തുണി വാഷിംഗ് മെഷീൻ ഇട്ട് അലക്കണം. ഇനി ഇതിനിടയ്ക്ക് എല്ലാ പണിയും, ഈ പാത്രം കഴുകലും അതും ഇതും തുടക്കലും തൂക്കലും എല്ലാം ആയി കഴിയുമ്പോ അതലക്കണം. അതലക്കില്ല വിഷയ മോനെ, നാളെ കിട്ടോണ്ട് പോലൊന്നും ഇല്ലേ? ഞാനേ എന്നാ പിന്നെ അങ്ങോട്ട് ഇറങ്ങാം. എന്താണ്? അല്ല, നിന്റെ പ്രശ്നം വെച്ച് നോക്കുമ്പോ എന്റെ ഒന്നും ഒരു പ്രശ്നമില്ലടാ, സുഖമാണ് വീട്ടിൽ. അല്ല, അവനെന്താ ഉദ്ദേശിച്ചത്? ചെറുതായിട്ടൊന്ന് ആക്കിയിട്ട് പോയതാണോ? ഞാനാണ് നിന്നെ ഭരിക്കേണ്ടത്, നീയല്ല, കേട്ടല്ലോ? ഞാനാണ് നിന്നെ കെട്ടിയത്, നീയല്ല എന്നെ കെട്ടിയത്. ഓക്കെ? പിള്ളേരെ ഞാൻ വിളിച്ചോണ്ട് വരാൻ പോവാന്ന്. അതുകൊണ്ട് പിള്ളേരെ